പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമുക്കിന്ന് മറ്റൊരു വിഷയം പഠിക്കാം. ബെർണൂളിസ് തിയറം എന്നൊക്കെ പറയും. എന്താണ് പാസ്കൽ നിയമം, എന്താണ് അതൊക്കെ ഒന്ന് നോക്കാം. പാസ്കൽ നിയമം എന്നുള്ളത് നമ്മൾ ഒരു അടച്ചിട്ട ഒരു പാത്രത്തിലെ ദ്രാവകത്തിൽ ഏൽപ്പിക്കുന്ന മർദ്ദം എല്ലാ ഭാഗത്തേക്കും തുല്യ അളവിൽ പ്രസരണം ചെയ്യപ്പെടും എന്നാണ് അത് പറയുന്നത്, പാസ്കൽ നിയമം. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു പ്രഷർ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാ ഭാഗത്തേക്കും അതേ തുല്യ അളവിൽ അത് പ്രസരണം ചെയ്യപ്പെടും. ഇതിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഒരു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഈ ഒരു പാത്രം നോക്കുക, ആ പാത്രത്തിൽ ഇതുണ്ട്, ഇതിൽ ദ്രാവകമുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുക്കാൻ വിചാരിക്കുക, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നിരപ്പ്. ഇപ്പൊ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ നിരപ്പിലെ എല്ലാ ഭാഗത്തും ഒരേ പ്രഷറായിരിക്കും. അതിന് താഴെ ഒരു നിരപ്പ് എടുക്കാൻ, ആ നിരപ്പിലെ എല്ലാ ഭാഗത്തും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നിരപ്പിലെ എല്ലാ ഭാഗത്തും ഹൊറിസോണ്ടൽ പ്ലെയിനിലെ എല്ലാ ഭാഗത്തും ഒരേ പ്രഷറായിരിക്കും. അടിയിലേക്ക് വരുന്ന ഒരു പ്രഷർ കൂടും, മുകളിൽ കുറവായിരിക്കും. ഇനി ഇതിന്റെ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന എന്തായിരിക്കും? പ്രഷർ ഉണ്ടായിരിക്കും. എന്ത് പ്രഷറാന്ന് പറയാൻ പറ്റുമോ? അന്തരീക്ഷത്തിലെ വായുവിന്റെ പ്രഷർ അതിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. മനസ്സിലായ? ഈ അന്തരീക്ഷത്തിലെ ഫോഴ്സ് ഇതിന്റെ എല്ലാ ഭാഗത്തും, ഈ പ്രതലത്തിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. ഈ അന്തരീക്ഷത്തിലെ ഫോഴ്സ് നല്ല ഫോഴ്സ് ഉണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? അന്തരീക്ഷത്തിലെ ഫോഴ്സ്, നമ്മൾ വാക്വം സൃഷ്ടിക്കുകയാണെങ്കിൽ അവിടേക്ക് വെള്ളമൊക്കെ ഇരച്ചു കയറുന്നത് അന്തരീക്ഷത്തിന്റെ ഇത് കാരണമാണ്, മർദ്ദം കാരണമാണ്. നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ മോട്ടറിലേക്ക് വെള്ളം കയറാൻ എന്താ കാരണം? മർദ്ദം കാരണം. ഒരു സാധനം വെള്ളം മുകളിലേക്ക് പൊന്തണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. അത് ഇവിടെയാണ് വെള്ളം പൊന്തണത്. നമ്മളിപ്പോ മോട്ടർ കൊണ്ട് തിരിയുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകണം. പക്ഷെ വെള്ളത്തിന് അടിയിന്ന് പൊന്തിക്കണതാരാ? അടിയിന്ന് പൊന്തിക്കാൻ ഒരാൾ വേണ്ടേ? അതാരാ? ഒരു കിണറ്റില് നിങ്ങൾ ഫുട്ബോൾ ഈ കിണറ്റിൽ മുക്കിയിടും. അപ്പൊ എന്നിട്ട് എന്ത് വെച്ചാൽ വെള്ളം നിറയ്ക്കും. എന്നിട്ട് മോട്ടർ കറങ്ങണതിനനുസരിച്ച് അടിയിന്ന് വെള്ളം മുകളിലേക്ക് പൊന്തി വരും. മോട്ടറിന് ഇങ്ങനെ വലിക്കണമെന്നില്ല വെള്ളത്തെ. മോട്ടർ വെള്ളത്തെ വലിക്കണ്ടേ? ഇല്ല. ഈ പൊന്തിച്ചു കൊടുക്കണത് ആരാ? സാധനം പൊന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തള്ളണം. അല്ല, അടിയും തള്ളുമ്പോഴാണ് മുകളിലേക്ക് കയറുക. ഇപ്പൊ നമ്മളിപ്പോ ഇതിങ്ങനെ ഒരു കിണറാന്ന് വിചാരിക്കുക. അതിലേക്ക് ഇങ്ങനെ ഇവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ മോട്ടറിൽ നിന്ന് ഇങ്ങനെ ഒരു പൈപ്പ് ഇങ്ങനെ വെള്ളം ഇതിലേക്ക് ഇട്ടുണ്ട് വിചാരിക്കുക. ഇതിലൊക്കെ വെള്ളം, ഇത്ര വെള്ളമുണ്ട്. ഫുട്ബോൾ ഉണ്ടായിരിക്കും, ഇല്ല അല്ലേ? ഇങ്ങനെ ഫുട്ബോൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മോട്ടർ, നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കില്ല, നിറക്കി വെക്കും അല്ലേ? ഇതിൽ മോട്ടർ കാണുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കറങ്ങുമ്പോൾ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തള്ളും. തള്ളതിനനുസരിച്ച് ഇവിടുന്ന് വെള്ളം പൊന്തും. ഈ പൊന്തിക്കുന്ന വെള്ളം ആരാന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രഷറാണത്. എന്താണ്? അപ്പൊ അതായത് ഇവിടുത്തെ വെള്ളം കുറയുമ്പോ ഇവിടുന്ന് വെള്ളം പോകുമ്പോ ഇവിടെ എന്ത് വരും? വെള്ളം ഇവിടുന്ന് അടിച്ചപ്പോ അങ്ങോട്ട് പോയി. ഇവിടെ ശൂന്യായി സ്ഥലം. അവിടെ വെള്ളം പോയപ്പോ അവിടെ എന്ത് വന്നു? ശൂന്യത സൃഷ്ടിക്കും. പക്ഷെ ഇവിടെ എന്ത് തള്ളുണ്ട്? ഇവിടെ താഴേക്ക് തള്ളുണ്ട്. എന്തൊക്കെ? അന്തരീക്ഷത്തിലെ മർദ്ദം ഇങ്ങനെ തള്ളുണ്ട്. പിന്നെ ഈ വെള്ളത്തിന്റെ മർദ്ദം കൂട്ടിയിട്ട് ഇവിടെ തള്ളുണ്ട് അല്ലേ? വെള്ളത്തിന് ഇതില്ലേ? വെള്ളത്തിന്റെ ഭാരത്ത് കീബോട്ട് അമർത്തില്ലേ? അപ്പൊ ഇവിടെ ചുറ്റും അങ്ങനെ എന്ത് ഈ പുറമെന്ന് ഈ ഇതില് എന്തുണ്ട്? ഇവിടെയൊക്കെ എന്ത് ഈ പ്രഷർ, ഈ ഏരിയയിലൊക്കെ എന്തുണ്ട്? അന്തരീക്ഷത്തിന്റെ മർദ്ദമുണ്ട്. അതിങ്ങനെ തള്ളുകയാണ് അല്ലേ? അന്തരീക്ഷം തള്ളുമ്പോ ഈ ഇവിടെ എന്തുണ്ട്? സ്ഥലം ഇല്ലേ? വാക്കുമല്ലേ? ഒഴിഞ്ഞ സ്ഥലമല്ലേ? അവിടേക്ക് തള്ളുമ്പോ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് അടിക്കുന്നതിനനുസരിച്ച് ഈ തള്ളലുള്ള കാരണം അത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് എന്ത് ചെയ്യുക? ഈ വെള്ളം പൊന്താനുള്ള കാരണം. എത്ര ഫോഴ്സ്, ഇഷ്ടം ഒരു 10 നിലയുടെ മുകളിലേക്കൊക്കെ വെള്ളം കയറുമോ? എന്താ കാരണം? ഇതിനെ തള്ളിച്ച് എന്തോരം തള്ളാൻ പറ്റും? അതിന് തള്ളാൻ പറ്റുന്ന ഫോഴ്സ് ഉണ്ട്. മുകളിലേക്ക് പൊന്തിന് കൂടുതൽ ഫോഴ്സ് വേണം. അപ്പൊ ഇതിന്റെ തള്ളിക്കുകയും
ഇവിടുത്തെ മർദ്ദവും എന്ത് ചെയ്യുക, വെള്ളത്തിന് അതിനെ എത്രയും മുകളിലേക്ക് തള്ളാനുള്ള ഫോഴ്സും ഈക്വൽ ആവുമ്പോൾ അത് നിൽക്കും. അതിന് മേലേക്ക് വളരെ ആഴമുള്ള കിണറ്റിൽ നിന്ന് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രത്യേകം നമ്മൾ തള്ളി കൊടുക്കാനായിട്ട് വേറെ സംവിധാനം ഉണ്ടാക്കും ഇല്ലേ. അതിന് വേറെ തരം ഇവിടുന്ന് പ്രഷർ അങ്ങോട്ട് കൊടുക്കണ പ്രഷർ കൂട്ടാനുള്ള ഒരു സംവിധാനം കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ള മോട്ടറുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ. 2 പൈപ്പൊക്കെ ഇട്ട് കണ്ടു, ഒരു പൈപ്പിൽ കൂടെ അങ്ങോട്ട് പ്രഷർ കൊടുത്ത് തള്ളാനുള്ളത്. അപ്പൊ അതാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കുക? സാധാരണ മെർക്കുറി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. അതായത് ഇങ്ങനെ ഒരു പാത്രം എടുക്കും, ഈ പാത്രം എടുത്തിട്ട് ഒരു ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ്, ഇങ്ങനെ ട്യൂബ് എടുക്കുക. ട്യൂബിൽ നിറച്ച് മെർക്കുറി അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചിട്ട് ഇതിൽ കമത്തുക, ഇത് കൊണ്ട് ഇതിൽ കമത്തുക. ഇങ്ങനെ കമത്തുമ്പോ കമത്തിട്ട് നമ്മള് ഇത് കമത്തിയ ശേഷം കൈ വിടുമ്പോ ഇതിലത്തെ മെർക്കുറി ഇങ്ങോട്ട് കുറച്ചിറങ്ങിയിട്ട് ഇവിടെ നിൽക്കും. മനസ്സിലായ? അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കണ്ട നമുക്ക്. അപ്പൊ ഇവിടുത്തെ മർദ്ദം, ഇതിന്റെ ഉള്ളിലത്തെ മർദ്ദം എന്തായിരിക്കും? ഒരേ നിരപ്പിലല്ലേ? ഇഞ്ചിട്ട ഭാഗത്തൊക്കെ മർദ്ദം എന്തായിരിക്കും? തുല്യായിരിക്കും. എന്താ കാര്യം? ഇതിലും മർദ്ദം കൂടിയാൽ ഇവിടെ മർദ്ദം കൂടുതലാച്ച് കുറയ്ക്കാനായിട്ട് ഇതിന്റെ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും. കാരണം ഇതിന്റെ മർദ്ദത്തിന് ഇതിന്റെ മുകളില് വായു ഒന്നുമില്ലേ, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റാണ് ഇതിന്റെ മർദ്ദം നിശ്ചയിക്കുന്നത്. നമ്മൾ അറിയാം അല്ലേ? ഇവിടുത്തെ HDG കിട്ടിയ ഇവിടുത്തെ ഫോഴ്സ് കിട്ടില്ലേ, ഒരു യൂണിറ്റിന്റെ ഇത് കിട്ടില്ലേ, Hഉം Dയും Gയും ഗുണിച്ച ആ പോയിന്റിന്റെ എന്ത് കിട്ടും? H ഫോഴ്സ് കിട്ടും. മർദ്ദം ചോദിക്കുമ്പോ ഒരു യൂണിറ്റ് ഏരിയയിൽ ചോദിക്കുമ്പോ HDG അല്ലേ. അപ്പൊ ഇവിടുത്തെ H, അതുപോലെ ഇതിന്റെ ഉള്ളിലത്തെ ലിക്വിഡിന്റെ D, അതുപോലെ G ഗുണിച്ച ഇവിടുത്തെ എന്ത് കിട്ടും? ഒരു യൂണിറ്റ് ഏരിയയിലത്തെ ഫോഴ്സ് കിട്ടും, അഥവാ പ്രഷർ കിട്ടും അല്ലേ. പ്രഷർ. പക്ഷെ ഒരേ നിരപ്പിൽ പല പ്രഷറിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്തുള്ളത്? അന്തരീക്ഷ മർദ്ദം. ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? അതിന് തുല്യായിരിക്കും ഇല്ലേ. പല പ്രഷറിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അന്തരീക്ഷ മർദ്ദം കാണാൻ ചെയ്താൽ മതി. ഇതിന്റെ ഇവിടെ അമർത്തുന്ന അന്തരീക്ഷ മർദ്ദം, ഇവിടെ അമർത്തുന്നത് അതായത് മെർക്കുറിയുടെ മർദ്ദം അല്ലെ. ഇത് രണ്ടും ഈക്വലായ മതി അല്ലേ. അപ്പൊ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ഈ അന്തരീക്ഷ മർദ്ദം ഇറക്കാനായിട്ട് ഹൈറ്റ് ഒന്നും അറിയണ്ട. അന്തരീക്ഷത്തിലെ വായുവിന്റെ ഡെൻസിറ്റിയും അതുപോലെ വായുവിന്റെ ഹൈറ്റും ഇതൊന്നും നമ്മൾ അളക്കണ്ട, കണ്ടുപിടിക്കേണ്ട കാര്യം. എന്താ ചെയ്താൽ മതി? ഇതിന്റെ ഉള്ളിലത്തെ HDG ഗുണിച്ചാൽ മതി. അങ്ങനെയാണ് എന്തുണ്ടാവുക? വേറെ ഇതിനെ അളക്കാൻ അന്തരീക്ഷം മർദ്ദാനുള്ള അന്തരീക്ഷ മർദ്ദമാപിനി എന്നൊക്കെ പറയാം. അതിന്റെ പേര് എന്താണ്? എന്താണ് പേര് അറിയോ? എന്താണ് പേരെന്താ അറിയോ? പാരാമീറ്റർ അല്ലേ. അപ്പൊ ബാരോമീറ്റർ ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു ബാരോമീറ്റർ ഉണ്ടാക്കാൻ മനസ്സിലായി എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്? അന്തരീക്ഷ മർദ്ദം ഇറക്കാനുള്ള ഒരു ഉപകരണം ഉണ്ടാക്കാൻ മനസ്സിലായ? ഓക്കെ. നമുക്കിനി മറ്റൊരു വിഷയം അടുത്ത ക്ലാസ്സിൽ കാണാം.